നമ്മൾ ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് കാണുന്നു. ഈ പ്രോബ്ലം ഉണ്ടെന്ന് കാണുന്നത് എങ്ങനെ? നമ്മളിലൊരു അസ്വസ്ഥത തോന്നിയിട്ടാണ്. ഈ നമ്മളിൽ തോന്നുന്ന അസ്വസ്ഥത നമ്മൾ മാറ്റാതെ ഈ പ്രോബ്ലത്തെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലവുമായിട്ട് വീണു പോകും. നമ്മുടെ പ്രശ്നം അവിടെ തുടങ്ങുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നം പറയും. ഈ പ്രശ്നം പറയണം നമ്മളുള്ള ഈ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമായിട്ട് മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രശ്നം കണ്ട് ഓക്കെ അത് നമ്മളെ എങ്ങനെ ബാധിച്ചെന്നുള്ള ഭാഗം മനസ്സിലാക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിരുത്തുക. എന്നിട്ട് തിരിച്ചിട്ട് നമ്മളെ സ്നേഹത്തിലൊന്ന് എത്തുക. സ്നേഹത്തിലെത്തുക. ആ സ്നേഹത്തിലെത്തിയതിന് ശേഷം സാവകാശം നമുക്ക് ശ്രദ്ധിക്കാം. മനസ്സിലായോ? ഓക്കെ, ആ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ആ അടുപ്പം കൊണ്ടാണ് ഞാൻ ആ വ്യക്തിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയണത്. ആ വ്യക്തിയായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം കൊണ്ട് അയാൾ വേദനിക്കുന്നത് എനിക്കൊരു വേദനയാണ്. അപ്പോൾ എന്നിലെ വേദന മാറ്റിയതിന് ശേഷം എനിക്ക് കാണാം എങ്ങനെ മാറ്റണമെന്ന്. എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നം മാറ്റാൻ പറ്റുമോ? ഇല്ല. കൃത്യമായിരിക്കണം. അല്ല, ഇപ്പൊ മറ്റൊരാളുടെ പ്രശ്നം മാറ്റണം എന്നുള്ളൊരു ഭാഗം വരുന്നത് ആ വ്യക്തിയുടെ ഇത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ? അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യം. പക്ഷെ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം വേണമെന്നുള്ള വേറെ വലിയൊരു കാര്യമുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വെച്ചാൽ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം നല്ല വിധത്തിൽ പോകണം. അപ്പം നല്ല വിധത്തിൽ എനിക്ക് ആ വ്യക്തിയുടെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്നിടത്ത് മാത്രമേ ആ വ്യക്തിയിലുള്ള ഒരു പ്രശ്നം ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമാകത്തുള്ളൂ. അല്ലെങ്കിൽ സാധിക്കത്തില്ല. മനസ്സിലായി? അല്ലെങ്കിൽ സാധിക്കില്ല. നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വഷളാകത്തേ ഉള്ളൂ. അപ്പം മക്കൾ കാണിക്കുന്ന ചില തെമ്മാടിത്തരങ്ങളും ഗോഷ്ഠികളൊക്കെ മാതാപിതാക്കൾ തിരുത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ മക്കൾ അതിനനുസരിക്കാണ്ട് വരുമ്പോൾ മാതാപിതാക്കൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അതോടുകൂടി മക്കളുടെ കൈവിട്ടു പോയി. പിന്നെ മനസ്സിലായോ? പിന്നെ മക്കൾ മാതാപിതാക്കളുമായിട്ട് അകലുകയാണ്. മക്കൾ മാതാപിതാക്കളുടെ അടുക്കളയിൽ ഒരു അകലാൻ തുടങ്ങും. പിന്നെ അവർ സൗകര്യത്തിനനുസരിച്ച് പോകാൻ തുടങ്ങും. അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേറെ വഴിക്ക് കിട്ടാൻ തുടങ്ങും. ഇവരുടെ പ്രശ്നത്തെ തൊടാത്ത, ഇവരുടെ പ്രശ്നത്തെ പരാമർശിക്കാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം വരും. പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ വലുതായി കഴിയുമ്പോൾ ഈ പ്രശ്നവും വലുതാവുന്നുണ്ട്. പക്ഷെ ഇവർ ഈ പ്രശ്നത്തെ മറച്ചു വെക്കാനും പ്രശ്നത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ശ്രമങ്ങൾ തുടങ്ങും. ജീവിതകാലം മുഴുവനും ഒളിച്ചോട്ടമായിരിക്കും. അല്ല, നമ്മളിപ്പം പാരൻസിൻ്റെ കാര്യം, അവര് കുട്ടികളെ ഏത് രീതിയിൽ പെരുമാറിയാലും അവർ സ്വസ്ഥമായിട്ടാണ് അവരോട് ഇൻ്ററാക്ട് ചെയ്യുന്നതും അവരുടെ കൂടെ ജീവിക്കുന്നതും ചെയ്യുന്നെങ്കിൽ ആ കുട്ടികൾക്ക് തന്നെ അവർ എന്തോ തെറ്റ് എന്നുള്ള ഭാഗം മനസ്സിലാവാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. തീർച്ചയായിട്ടും. മാതാപിതാക്കൾ ആരാണ് മുതിർന്നവർ? ഈ മുതിർന്നവരെന്ന് പറയുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് മുതിർന്നവർ. അണ്ട് 5-6 വയസ്സിൽ എണ്ണം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്നവരാകില്ല. മനസ്സിലായി? മുതിർന്നവരാകുന്നത് പ്രത്യക്ഷത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവരാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നവരല്ല. മനസ്സിലായോ? മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി മറ്റുള്ളവരുമായിട്ട് തർക്കം ചെയ്ത് യുദ്ധം ചെയ്ത് ജയിക്കുന്നവരല്ല മുതിർന്നവർ. മനസ്സിലായി? അവനവനെ അഭിമുഖീകരിക്കുന്ന അവസ്ഥകളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് മുതിർന്നവർ. ഇത് പ്രായം കൊണ്ട് മുതിർന്നവരാണെന്ന് എല്ലാവരും ധരിക്കുന്നത്. എൽജി എന്തുണ്ട്? നല്ലത് യൂട്യൂബിലുണ്ട്. ഞങ്ങളുടെ അയൽവാസിയാണ്. യൂട്യൂബിലെടുത്ത് അയൽവാസിയാണ്. എന്താ ഒന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. നമ്മുടെ സ്നേഹമുള്ള മനുഷ്യരാണ്. ഓക്കെ. അപ്പം നമ്മളെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊക്കെ വലിയ പ്രശ്നം വേറെ ഒന്നുമില്ല. ഒരു മുതിർന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് മുതിർന്ന വ്യക്തി എന്ന് പറയുന്നത്. ആ മുതിർന്ന സാധ്യത ഉണ്ടെങ്കിലും മറ്റുള്ളവർ അതിൻ്റെ അടുത്തോട്ട് വരത്തേ ഉള്ളൂ. ഒളിച്ചോടി പോകത്തില്ല. എന്താണ് വീട്ടിൽ നിന്ന് പിള്ളേരൊക്കെ ഒളിച്ചോടി പോകുന്നു? ഇതിന് പിള്ളേർ ഇറങ്ങി പോവുകയാണ്. മനസ്സിലായ? കാരണം മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. സ്നേഹത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒളിച്ചോടി പോവുകയാണ്. മനസ്സിലായി? ഒളിച്ചോടി പോയി കുറേ നാൾ കഴിയുമ്പോൾ ഇതിനൊക്കെ
കഷ്ടകാലം പിടിച്ച സിറ്റുവേഷൻ ആയിരിക്കും. അതെ. പക്ഷെ നേരെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഓരോ വ്യക്തിയുടെയും ആത്മാർത്ഥമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത് അവിടെ വളർച്ച ഉണ്ടാകും, തകർച്ച ഉണ്ടാകില്ല. ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? സത്യസന്ധതയില്ല. എന്നുവെച്ചാൽ അവനവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവനവനെ മനോഹരമായിട്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ റെഡിയായി. എല്ലാ വ്യക്തികൾക്കും വേണ്ടത് പക്വതയുള്ള ആൾക്കാരാണ്. കാരണം എല്ലാവർക്കും ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് അതിനെ അനലൈസ് ചെയ്യാനുള്ള പക്വതയുള്ള ആൾക്കാർ വേണം. അങ്ങനെ അവരുടെ ജീവിതത്തിൽ പുരോഗമനം സംഭവിക്കുന്ന ഉള്ളൂ. അതെ, അത് കറക്റ്റാണ്. പക്ഷെ ഈ പക്വത, എന്താണ് ഈ പക്വത? ഈ പക്വത എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഈ നിമിഷത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് എന്നിൽ സ്വാധീനിക്കുന്നത് എന്നറിഞ്ഞ് ഞാൻ സ്റ്റഡിയായിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ് പക്വത. അല്ലാതെ ആരുടെയെങ്കിലും മുമ്പിൽ ആളാകുന്നതല്ല പക്വത. അവനവനിൽ സ്ഥായി ഭാവം, സുസ്ഥിരമായിട്ടുള്ള ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, മനസ്സിലായ കൃത്യതയിൽ നിൽക്കാൻ സാധിക്കുന്നതാണ് പക്വത. അവര് പക്വത എന്ന് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങളിലുള്ള ജീവിതാനുഭവമാണ്. പുറത്ത് പല കാര്യങ്ങളും ഡീൽ ചെയ്തത്, പക്ഷെങ്കിൽ ഉള്ളിലുള്ള അനുഭവം അവർക്ക് ഒട്ടും തന്നെ ചെറിയ കുട്ടീൻ്റെ അത്ര പോലും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അങ്ങനെയാണ്, മനസ്സിലായി. കാരണം കുറേ കാര്യങ്ങൾ പാരമ്പര്യമായിട്ട് കുറേ ശീലങ്ങളുണ്ട്. ഈ പാരമ്പര്യമായിട്ടുള്ള ശീലത്തിന് സ്ഥാനം കൊടുത്ത് പോകുന്ന ആൾക്കാരെ കൂടുതൽ, മനസ്സിലായി. പാരമ്പര്യമായിട്ടുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു റോബോട്ടിനെ പോലെ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെയാണ്, അങ്ങനെ അവർ കാണിച്ചാൽ ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കും. മനസ്സിലായി. വെറും റോബോട്ടാണ്. മനസ്സിലായി. പിന്നെ അവിടെ വിശ്വാസമോ പിന്നെ വർക്കിന് മുഴുവൻ അതിൻ്റെ ആശ്വാസം ഇല്ല. മനസ്സിലായി. വിശ്വാസം മാത്രമേ ഉള്ളൂ, ഒട്ടും ആശ്വാസം ഉണ്ടാകില്ല. അതാണ് കൂടുതൽ ആൾക്കാരുടെയും പ്രശ്നം. അതാണ് അവിടെ സദാചാര ബോധം ഭയങ്കരമായിട്ട് വരും. പക്ഷേ ശരിക്കുമുള്ള വിവേകം അവിടെ വർക്കിയത്തില്ല. ശരിക്കും ബോധമില്ല. സദാചാര ബോധം എന്ന് പറയുന്നത് പോലും ബോധമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പ്രവൃത്തിയായിരിക്കും. വെറും ജഡികാവസ്ഥയിൽ, അതായത് ശരീരത്തിന് വേണ്ടിയിട്ട് പാടുപെടുന്നൊരു ഭാഗം വരും. സ്വന്തം ശരീരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന് ഈ ശരീരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അവിടെ പ്രകടമല്ലേ, വ്യക്തമല്ലേ? ഈ സദാചാരം ബാക്കിയുള്ള എല്ലാവരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ. അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പറയുന്നു എന്നൊക്കെ, അതൊക്കെ അവനവനെ തിരിച്ചറിയാൻ പറ്റാത്ത കൊണ്ട് സംഭവിക്കുന്നില്ല. അവൻ മറ്റുള്ളവരിൽ ഇടപെടുന്നത് അവരെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ എൻ്റെ ആവശ്യം അവരെ കൊണ്ട് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ്. കാരണം എന്നിൽ ഞാൻ സംതൃപ്തനാകുന്നില്ല. എന്നിലുള്ള ക്വാളിറ്റി ഞാൻ അനുഭവിക്കുന്നില്ല. എന്നിൽ ക്വാളിറ്റി അനുഭവിക്കാതെ പോകുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ബലം പിടിക്കും തോറും കഷ്ടകാലം കൂടിക്കൊണ്ടിരിക്കും. ഓരോ ബലം പിടുത്തം കൂടുന്തോറും കഷ്ടകാലം കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ആശ്വാസം ഉണ്ടാകില്ല. അതായത് അവരുണ്ടായാലേ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വിശ്വാസം. എന്നുള്ളൊരു വിശ്വാസം. അവരങ്ങനെ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്നുള്ളൊരു തോന്നല. മനസ്സിലായ? ഒരിക്കലും ഞാനുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു പ്യുവർ ഫോം അവിടെ എടുക്കത്തില്ല. അതിനു പകരം അവരുണ്ടെങ്കിലേ ശരിയാകത്തുള്ളൂ എന്നൊരു ഭാവമാണ്. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പൊ ഇവൻ നമ്മൾ പറഞ്ഞല്ലോ പക്വതയുള്ള ആൾക്കാർ വേണം, തിരിച്ചറിവുള്ള ആൾക്കാർ വേണം. പക്ഷെ അവരുണ്ടായാൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയാണ്. അതിലപ്പുറം നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിന് കൂടുതൽ കാലം നിലനിൽപ്പ് ഉണ്ടാവില്ലല്ലോ. അല്ല, പക്വതയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണെങ്കിലും പിടച്ച നമ്മള് സമാധാനത്തോട് എത്തിയേ പറ്റത്തുള്ളൂ. കാരണം ഇവര് സ്റ്റഡിയായിട്ട് നിൽക്കും. ഇവര് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പക്വതയും പാകതയുള്ള ആൾക്കാർ കുലുങ്ങത്തില്ല. മനസ്സിലായ? അവര് അനങ്ങത്തില്ല. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ പൊട്ടത്തരം കാണിച്ച് അവസാനം നിർത്തണ്ടേ? അത് നിർത്തണം. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ ഇവര് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാഗം വരുന്നുണ്ടല്ലോ. ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കാരണം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാകതയുള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ തലവേദന എടുക്കുകയല്ല. അതുകൊണ്ട് അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകും. അപ്പൊ മറ്റുള്ളവർ തിരുത്തിയേ പറ്റത്തുള്ളൂ. അത് സമയം എടുക്കുമായിരിക്കും, നമ്മുടെ വിഷയമല്ല. കാരണം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമയവും കാലവും ഒരു വിഷയമല്ല. അയാൾക്കറിയാം കൃത്യമായിട്ട് ഇത് ഇങ്ങനെ പോകത്തുള്ളൂ.
അവിടെ തിടുക്കം പിടിച്ച് ഇതെല്ലാം ശരിപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാവമില്ല. ഇത് ശരിയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്വതയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാടാണ്. നമ്മൾ കാടിൻ്റെ സൈഡിലേക്ക് കൂടി മന്ദം മന്ദം ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒപ്പം കുറച്ച് തിരിച്ചറിവും. ഇതിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയല്ലേ. നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ വെച്ച് ശരിപ്പെടുത്താൻ നോക്കി അവിടെ ഇനി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ വെച്ച് ശരിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗമാണ്. നമ്മളിവിടെ കുളിക്കാൻ വന്നതാ. നമ്മളുടെ പുഴ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഡാം കൊണ്ട് നിറഞ്ഞ് ഇതായ പുഴ. കട്ടയല്ലേ. ഇതാണ് നമ്മുടെ പുഴ. ഞങ്ങൾ തന്നെ അതിൻ്റെ ഈ ഒരു ഡാം പോലെ ആക്കിയതാണ്. ഇവിടെയാണ് ഞങ്ങൾ കുളിക്കുന്നത്. ഞങ്ങളുടെ ടീംസ് ഇത് നമ്മുടെ ടീംസാണ്. ഷാഫിയും ലില്യാനയുമാണ്. യെസ്. ഓക്കെ ഗൈസ്. ബൈ.